ഹായ് ഇത് നിലക്കടല വെച്ചിട്ട് നല്ലൊരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ നിലക്കടലയിൽ എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് പ്രോട്ടീൻ്റെ അളവൊക്കെ നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഡെയിലി കുറച്ച് കഴിക്കുന്നത് നല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ നിലക്കടലയ്ക്കുള്ള അളവാണ് പറയുന്നത്. ആ നിലക്കടല ഇവിടെ ഞാനൊന്ന് ലൈറ്റായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 4 ഉണക്കമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, കുറച്ച് പുളി. ഈ നിലക്കടലയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങയും ചേർത്ത് കടലയും ചേർത്ത് നല്ലതുപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണേ. തേങ്ങേൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അത് താളിച്ചിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂടാക്കാൻ പാടില്ല. കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇതിലോട്ട് താളിച്ചിടണം കേട്ടോ. അപ്പോൾ നൈസ് ദോശ ചുട്ടു. ഇതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് പകരം ഗ്രൗണ്ട് നട്ടിൻ്റെ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് മധുരം ഉണ്ടാകുന്നതുകൊണ്ട് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് അതിൻ്റെ മേലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്താൽ അവർക്കൊരു വെറൈറ്റി ആവുന്ന, അവർക്ക് ഹെൽത്തി ആയിട്ടൊരു സാധനം നമുക്ക് കൊടുക്കാനും കഴിയും കേട്ടോ. അപ്പോൾ എപ്പോഴും സാമ്പാറൊക്കെ ഉണ്ടാക്കാതെ ഒന്ന് ഇത് ഉണ്ടാക്കാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.